അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് റവ കേസരിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരിയാണ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മെത്തേഡും കൂടിയിട്ടാട്ടോ ഇത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് എടുക്കുമ്പോൾ പ്യുവറായിട്ടുള്ള കൗവിൻ്റെ ഗീ ഉണ്ടാവുമല്ലോ, അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ആണ്. ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വേണേലും എടുക്കാം കേട്ടോ. ഈ നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മളൊക്കെ വറുത്തിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റവ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതേ പാനിൽ തന്നെ കേട്ടോ റവ റോസ്റ്റ് ചെയ്യണത്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഈ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് നെയ്യ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നെയ്യ് ആഡ് ചെയ്തതിനു ശേഷം റവ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കളറൊന്നും മാറരുത്, ആ വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടണം. ഇപ്പോൾ ഇത് നമ്മൾ റവ കൂടെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം ഇതേ പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ റവ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനാണ്. അപ്പം ഞാൻ ഈ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 3.5 കപ്പ് വെള്ളമായിട്ട് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവക്ക് 3.5 കപ്പ് വെള്ളം, ആ ഒരു മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ ഒരു കപ്പിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഒന്ന് നല്ലോണം ബോയിലായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ബോയിലായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിലേക്ക് റവ ഇട്ട് കഴിഞ്ഞാൽ ഈ റവക്ക് ഇങ്ങനെ കട്ട പോലെ കിടക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ എങ്ങാനും വെച്ചിട്ട് ഈ കട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കുമല്ലോ, നമ്മൾ ആ സമയത്ത് ഗീയും ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തല്ലോ, അതിൻ്റെ കൂടെ കളർ ആഡ് ചെയ്യണം കേട്ടോ നല്ലത്. ഞാനിതിലേക്ക് കളർ ചേർക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പം ആഡ് ചെയ്ത് കൊടുക്കാതിരുന്നത്. പിന്നെ ഫോട്ടോ എടുക്കണമല്ലോ, അതുകൊണ്ടാട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ടൊക്കെ ഒന്ന് നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് റവ ഒക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഷുഗറാണ്. നിങ്ങളുടെ ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി റവയിലേക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വെള്ളം പോലെ തോന്നും. അത് ഈ ഷുഗർ മെൽറ്റ് ആകുമ്പോഴുള്ള വെള്ളമാണ്, അത് കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അത് ശരിയാവും. ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായിട്ട് റവയിലൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം. ഏലക്ക എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ സീഡ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളെ കയ്യിൽ അത് മൊത്തത്തിൽ പൊടിച്ചിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ കാഷ്നട്ടും കിസ്മിസ് ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ റോസ് എസൻസ് അല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേതെങ്കിലും ഒന്നൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ ആവും. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ റവ ഒക്കെ ആ പാനിൽ നിന്നൊരു വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചൂടോടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനില്ല എന്നുണ്ടെങ്കിൽ തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്